എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ വിപിൻ. അപ്പം നമ്മൾക്ക് ഇന്ന് നോക്കാൻ പോകുന്നത് വേറൊന്നുമല്ല. കഴിഞ്ഞ ദിവസം നമ്മൾ ആഫ്റ്റർ എഫക്റ്റിൻ്റെ ടെംപ്ലേറ്റാണ് ഡൗൺലോഡ് ചെയ്തത്. അപ്പം അതിൻ്റെ കൂടെ തന്നെ പറഞ്ഞു പോകാമായിരുന്നു ഫോട്ടോഷോപ്പിൻ്റെ, അഡോബി ഫോട്ടോഷോപ്പിൻ്റെ ടെംപ്ലേറ്റ്സ്, ഫ്രീ ടെംപ്ലേറ്റ്സ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്ന്, അതിൻ്റെ സൈറ്റുകളും കൂടെ പറഞ്ഞു പോകാനായിട്ട്. പക്ഷേ അന്ന് ഞാനത് ചെയ്തിരുന്നെങ്കിൽ വീഡിയോയുടെ ലെങ്ത്ത് കൂടുമായിരുന്നു. അതുകൊണ്ടാണ് അന്ന് ചെയ്തത്. ഇപ്പോൾ ഒരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. അപ്പം നമുക്ക് ജസ്റ്റ് ബ്രൗസർ ഓപ്പൺ ചെയ്യാം. അത് കഴിഞ്ഞ് ഫ്രീ ഫോട്ടോഷോപ്പ് ടെംപ്ലെറ്റ്സ് എന്ന് അടിച്ചു കൊടുക്കാം. അടിക്കേണ്ട, അതിന് മുമ്പ് തന്നെ സെർച്ചിൽ തന്നെ വന്നിട്ടുണ്ട്. അപ്പം കണ്ടില്ലേ, PSD എന്ന് പറഞ്ഞാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ PSD എന്ന് പറയുന്നതാണ് ഫോട്ടോഷോപ്പ് ഫയലിൻ്റെ എക്സ്റ്റൻഷൻ. അതിപ്പോൾ നമ്മൾ ഓർത്ത് വെക്കുക. അപ്പം ആദ്യമേ തന്നെ ഒരു 3 സൈറ്റ് വന്നിട്ടുണ്ട്. അതിൽ ഫ്രീ പിക്ക് എന്ന് പറയുന്നതാണ് ഓൾമോസ്റ്റ് എല്ലാ പ്രൊഫഷണൽ ഡിസൈനേഴ്സും ചൂസ് ചെയ്യുന്ന സൈറ്റ്. അത് തന്നെയാണ് ഇപ്പോൾ നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇതിലാകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ലോഗോസും കാര്യങ്ങളും ഒക്കെ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് ഈ ഫ്രീ പിക്ക് എന്ന് പറയുന്ന സൈറ്റിൽ. അത് നിങ്ങൾക്ക് സൈൻ ഇൻ ചെയ്യാം, സൈൻ ഇൻ ചെയ്യാതെ ഉപയോഗിക്കാം. അതൊക്കെ നിങ്ങളുടെ തന്നെ ചോയ്സാണ്. അപ്പം ഇതിനകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കണ്ടില്ലേ, അപ്ലൈഡ് ഫിൽട്ടറായിട്ട് നമ്മൾ ഓൾറെഡി സെർച്ച് ചെയ്തതുകൊണ്ട് PSD എന്നും പറഞ്ഞ് വന്ന് കിടപ്പുണ്ട്. ഇപ്പം നമുക്കിവിടെ സെർച്ച് ചെയ്യാൻ പറ്റും എന്താണ് വേണ്ടിയത്, ഏത് കാറ്റഗറിയാണ് എന്നുള്ളതൊക്കെ. ഇപ്പം ഞാൻ സെർച്ച് ചെയ്യുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കിട്ടും. നമ്മൾ ജസ്റ്റ് ഓൾറെഡി തന്നെ ഫോട്ടോഷോപ്പ് ഒന്ന് കൊടുത്തതുകൊണ്ട് എല്ലാം PSD ഫോർമാറ്റിലാണ് വരുന്നത്. അപ്പോൾ ഇതിൽ ഈ ലോഗോ മേക്കപ്പ് എന്നുള്ളതിൻ്റെ നമുക്കൊന്ന് ജസ്റ്റ് ഡൗൺലോഡ് ചെയ്ത് നോക്കാം. അപ്പോൾ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ അത് ലോഡ് ചെയ്ത് വരും. അപ്പം നെറ്റ് ലേശം സ്ലോ ആണ്, എന്താണെന്നറിയില്ല. അപ്പോൾ അതുകൊണ്ടൊന്ന് ലോഡ് ആകുന്നവരെ ഒന്ന് ജസ്റ്റ് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ലോഡായിട്ടുണ്ട്. ഇത് ഫ്രീ ആയതുകൊണ്ട് ഫ്രീ ലൈസൻസ് എന്ന് ഇങ്ങനെ കാണിക്കും. ജസ്റ്റ് ഡൗൺലോഡ് കൊടുക്കാം. ഡൗൺലോഡ് കൊടുത്തു കഴിയുമ്പോഴത്തേക്കിന് നമുക്ക് അത് ഡൗൺലോഡ് ആകും. ഡൗൺലോഡിംഗ് എന്ന് വന്നു. അപ്പോൾ ഈ ഡൗൺലോഡ് കൂടെ കൊടുക്കണം. ഇത് വേണം നമുക്ക് ഈ കോപ്പി ഇവിടെ ജസ്റ്റ് ഇതിൻ്റെ ലിങ്ക് ഇവിടെ ഇങ്ങനെ കാണിക്കുക. അത് നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് കോപ്പി ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഭാവിയിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാം. ഇപ്പം എൻ്റെ നെറ്റ് സ്ലോ ആയതുകൊണ്ട് ഇത് ഡൗൺലോഡ് നല്ല ഒരു ലാഗ് വന്നിട്ടുണ്ട്. ജസ്റ്റ് ഇത് വരുന്നത് 65 MB ആണ് ഇതിൻ്റെ സൈസ് വരുന്നത്. ഒരു നല്ലൊരു സൈസാണ്. അപ്പം ജസ്റ്റ് അതൊന്ന് ഡൗൺലോഡ് ആകട്ടെ. അപ്പം നമ്മുടെ ഫയൽ ഏറെക്കുറെ ഡൗൺലോഡ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഡൗൺലോഡ്സിൽ ഒന്ന് പോയി നോക്കാം. ഓക്കെ, ഇങ്ങനെ ഒരു സിപ്പ് ഫയലായിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ നമുക്കിത് ഒന്ന് അൺസിപ്പ് ചെയ്യാം. എക്സ്ട്രാക്റ്റ് ഹിയർ എന്നുള്ള ഓപ്ഷൻ കൊടുത്താൽ മതി. റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിന് നിങ്ങൾ വിൻറാർ ഇൻസ്റ്റാൾ ചെയ്യണം, സിപ്പ് മാനേജർ. അപ്പോൾ അതിനകത്ത് നമുക്ക് അതിൻ്റെ മോക്കപ്പ് വന്നിട്ടുണ്ട്, ഈ ലോഗോ ഡിസൈനിൻ്റെ. അപ്പോൾ ആ ഒരു ഫയൽ നമ്മൾ ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഫോട്ടോഷോപ്പിൽ തന്നെ ഓട്ടോമാറ്റിക്കലി ഓപ്പൺ ആയിക്കോളും. ഇപ്പോൾ എൻ്റെ ഇതിൽ കിടക്കുന്ന ഫോട്ടോഷോപ്പ് വെർഷൻ 2018 ആണ്, 2018 വെർഷനാണ്. അപ്പോൾ ഇതിനവർ റിക്വയർ പറയുന്നത് 8 GB റാം ആണ് മെയിൻലി അവർ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കും 8 GB ഉണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യാം. അല്ലാതെയും ഇത് റണ്ണാകും, കുഴപ്പമൊന്നുമില്ല. പക്ഷേ എന്നാന്ന് വെച്ചാൽ അതിനനുസരിച്ച് ലാഗ് വരും എന്നുള്ളതേ ഉള്ളൂ. അപ്പം ഇതിങ്ങനെയാണ് വരുന്നത്. അപ്പം ഇതിനകത്ത് നമുക്ക് ജസ്റ്റ് ഈ ബാക്ക്ഗ്രൗണ്ട് എഡിറ്റ് ചെയ്യാനായിട്ട് ഇതിൻ്റെ ലോക്ക് ലെയർ മാറ്റിയാൽ മതി. പക്ഷേ എന്താ പറയുക, ഇത് നമ്മൾ എന്താ പറയുക, മറ്റൊരു ഇതിൽ വന്നിരിക്കുന്നതുകൊണ്ടാണ്, നമ്മൾ ഡൗൺലോഡ് ചെയ്തതുകൊണ്ടായിരിക്കും അങ്ങനെ വരാത്തത്. പക്ഷേ ഇതിനകത്ത് ഇനി എഡിറ്റ് ചെയ്യാനായിട്ട് ഇത് കണ്ടില്ല, ലെയറിൻ്റെ സൈഡിൽ നമ്മൾ ഈ ടെക്സ്റ്റ്, സാമ്പിൾ ടെക്സ്റ്റ് എന്നും പറഞ്ഞ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ലെയറിനെ നമുക്കൊന്ന് ജസ്റ്റ് വലുതാക്കാം. അതിനെ എക്സ്ട്രാക്റ്റ് ചെയ്യുമ്പോഴത്തേക്കിനും തൊട്ട് മുകളിൽ ലോഗോ മോക്കപ്പ് എന്നും പറഞ്ഞുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും നമുക്കിത് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ലോഗോ മോക്കപ്പിൻ്റെ അവിടെ കൊണ്ട് നമ്മുടെ ഈ ടെക്സ്റ്റ് ടൂൾ എടുത്ത ശേഷം ജസ്റ്റ് അവിടെ കൊണ്ടുപോയി ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും നമുക്കത് എഡിറ്റ് ചെയ്യാൻ, അപ്പോൾ ഇവിടെ ഇങ്ങനെ കണ്ടിന്യൂ ചോദിക്കും. അപ്പോൾ നമ്മൾ ജസ്റ്റ് അത് എഡിറ്റ് ചെയ്യാൻ പറ്റും നമുക്ക്. കണ്ടില്ലേ, നമുക്ക് ജസ്റ്റ് എഡിറ്റ് ചെയ്യാം.
നമ്മളത് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ജസ്റ്റ് ഒന്ന് വെളിയിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ ലോഗോയുടെ അതിൽ അത് മാറിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ക്യാപ്ഷനും അതുപോലെ തന്നെ എഡിറ്റ് ചെയ്തിട്ട് നമുക്ക് Ctrl+Shift+S കൊടുക്കുമ്പോൾ സേവ് ആസ് വരും. എന്നിട്ട് നമുക്കിത് എവിടെയാണോ സേവ് ചെയ്യേണ്ടത് അവിടെ നമുക്ക് ഇഷ്ടമുള്ള ഫോർമാറ്റിലേക്ക് ഇത് സേവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റൊരാൾക്ക് ഉപകാരപ്പെടുമെന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ മാത്രം ഷെയർ ചെയ്യുക. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ, ടേക്ക് കെയർ.